ഏറ്റവും കൂടുതൽ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം നടത്തുന്നത് ആരാന്നറിയാവോ? ഏറ്റവും കൂടുതൽ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം നടത്തുന്നത് ആരാന്നറിയാവോ? ഏറ്റവും കൂടുതൽ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം നടത്തുന്നത് ആരാന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വീഡിയോ ക്ലിപ്പ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു 3-4 ദിവസം മുമ്പ് ഈ IFMC യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാൻ സാധിക്കാത്തവർക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരിക? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഈ സമാനമായ ഒരു സംഭവം, ഈ ഭാഗം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന 1-2 ധ്യാന ഗുരുക്കന്മാർ മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പ്രസംഗത്തിൽ സൂചന നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്, അതായത് ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിലെ 100-75% നമ്മുടെ ക്രൈസ്തവ മക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്, ദൈവത്തെ മാറ്റി നിർത്തി ഹൃദയത്തിൽ ആൾ ദൈവങ്ങളെ ആരാധിച്ച് വ്യക്തികളെ പൂജിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സഭാമക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അത് നമ്മൾ തിരുത്തിയേ മതിയാവും. ധ്യാനഗുരുക്കന്മാരുടെ ഈ വാക്കിന് നമ്മൾ വില കൊടുത്തേ മതിയാവും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇതിനെത്തിരി ആഴമായ രീതിയിൽ നമ്മൾ ചിന്തിക്കണമെന്ന് പറയുന്നത്? ഒരേ ഒരു വിഷയം മാത്രം ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് ഒന്നാം പ്രമാണം? പിതാവായ ദൈവം മോശയ്ക്ക് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് 10 കൽപ്പനകളിൽ ഏറ്റവും ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പ്രിയമുള്ളവരെ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച നിന്റെ ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നീ നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിലുടനീളം നാശത്തിന് കാരണമാകുമെന്ന് ദൈവം അന്ന് കൊടുത്ത സൂചന ഇന്നിതാ തെറ്റിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ മക്കളെ നമ്മൾ തിരുത്തിയേ മതിയാവും. ഒരേ ഒരു വിഷയം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാം, മറ്റൊന്നിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കാലഘട്ടത്തിൽ കാണുന്ന ചില പച്ചയ സത്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചന നൽകിയിരുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന് പകരം ആൾ ദൈവങ്ങളെ ആരാധിക്കുക, അവരുടെ പുറകെ നടക്കുക, അവരെ ഒരു വിഗ്രഹമാക്കി എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുക, ഇതാണ് ഒന്നാം പ്രമാണ ലംഘനം. പറയാൻ എന്താ കാരണം എന്നറിയാമോ? നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ധ്യാനങ്ങളെ ചിലർ അതിൻ്റെ ശോഭയെ കെടുത്തുന്ന രീതിയിൽ ചിലരുടെ എല്ലാം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെയധികം വേദന തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവർ, എന്താണ് ധ്യാനം? ദൈവം ഈ കാലഘട്ടത്തിൽ കേരള കത്തോലിക്ക സഭയ്ക്ക് നൽകിയ, ദൈവവിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിൽ ഇത്രമാത്രം ധ്യാന കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. നമ്മുടെ ധ്യാനഗുരുക്കന്മാർ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത അഭിഷിക്തരും ആത്മായ ശുശ്രൂഷകരും ഇന്ന് ആത്മാക്കളെ നേടിയെടുക്കുവാൻ ദൈവം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ കൂടാരങ്ങളാണ് എല്ലാ ധ്യാനങ്ങളിലും നടക്കുന്നത്. പക്ഷേ അതിനെ ചിലരൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമാണ്. പ്രിയമുള്ളവരെ, ധ്യാന ഗുരുക്കന്മാരുടെ കുഴപ്പമല്ല, ധ്യാന കേന്ദ്രത്തിൻ്റെ കുഴപ്പമല്ല, ധ്യാനം കൂടുന്നവരുടെ കുഴപ്പമാണെന്നും കൂടെ പറയട്ടെ. ഇവിടെ എന്താണ് പ്രിയമുള്ളവരെ ധ്യാനം? തകർന്നു വരുന്ന ഒരു വ്യക്തിയെ, ആദ്യമായിട്ട് ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയെ, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെ അവിടുത്തെ ശുശ്രൂഷകളിലൂടെ അവനെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് ഒന്നുചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പഠനശാല തന്നെയാണ് ധ്യാനങ്ങൾ, ധ്യാന ശുശ്രൂഷകൾ. പക്ഷേ ഇന്ന് പലപ്പോഴും പരിശുദ്ധമ്മ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് സംഗ്രഹിച്ച് ജീവിച്ചതുപോലെയല്ല ഇന്ന് ധ്യാനങ്ങൾ. തൃപ്തിയില്ലാത്ത എൻ്റെ മനസ്സിൽ തൃപ്തിയുള്ള ഒരു കാര്യം വരെ ഞാനിങ്ങനെ കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ ഓടി നടക്കുക. ഒരു ധ്യാനം കഴിഞ്ഞ് തൃപ്തി വരുന്നില്ല, അടുത്ത ധ്യാനത്തിലേക്ക്, അത് കഴിഞ്ഞാൽ അടുത്ത ആളുടെ പുറകെ ഇങ്ങനെ ഓടി അവസാനം
എൻ്റെ മനസ്സ് തൃപ്തിപ്പെടാതെ വരുമ്പോൾ ദൈവത്തെ തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ധ്യാനങ്ങളെ നിങ്ങൾ ആരും മാറ്റരുതേ. അത് ധ്യാനം നയിക്കുന്നവരുടെയോ ധ്യാന കേന്ദ്രങ്ങളുടെയോ ധ്യാന ശുശ്രൂഷകളുടെ കുഴപ്പമല്ല. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ നിനക്ക് കാത്തിരിക്കുവാൻ മനസ്സ് വരുന്നില്ല. ഞാൻ പറയുന്ന സമയത്ത് ദൈവം എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം അല്ല പ്രിയമുള്ളവർ, അതല്ല. പരിശുദ്ധമ്മ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിച്ചു അവസാനം വരെ, കാൽവരി വരെ. ആ നാഥൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെല്ലാം വചനം ധ്യാനിച്ചുകൊണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ നമുക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു ധ്യാനം വിട്ട് അടുത്തതിൽ കിട്ടുന്നത് വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഓടി 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 അവസാനം തളരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ധ്യാനം കൂടൽ ഇന്ന് മാറുന്നുണ്ടോ? ഓരോ വ്യക്തികളുടെ പുറകെ, ധ്യാന ശുശ്രൂഷകളുടെ പുറകെ, എന്നിട്ടും തൃപ്തിയാവാതെ അവസാനം നിരാശപ്പെട്ടിരിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ കാത്തിരിക്കാൻ നിനക്ക് പറ്റാത്തതുകൊണ്ടാണെന്ന് നീ തിരിച്ചറിയുക. ഇവിടെയാണ് നിന്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിൻ്റെ അപകടം എന്ന് പറയുന്നത്. അവസാനം ദൈവത്തെ തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ധ്യാനങ്ങൾ നിങ്ങൾ ആരും മാറ്റരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം പറയാം പ്രിയമുള്ളവർ, ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് സ്പിരിച്വൽ ഷെയറിംഗ് എന്ന് പറയുന്നത്. അതായത് കടന്നു വരുന്ന ഒരു വ്യക്തിയെ അടുത്തിരുത്തി അവൻ്റെ മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും കേട്ട് അവനെ ആത്മീയമായ ആ സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന രീതിയിൽ സന്ദേശങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആക്കി കൊടുക്കുവാൻ ഒരു ഉപകരണമാക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്പിരിച്വൽ ഷെയറിങ്. നിരവധി പേർ അത് ഏറ്റെടുക്കുന്നു. എന്നാൽ ചിലരൊക്കെയുണ്ടല്ലോ അതിന് ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാലഘട്ടം പോകുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. പലപ്പോഴും നാളെക്കുറിച്ച് അറിയുവാൻ കവടി നിരത്തി നാളെക്കുറിച്ച് എന്താണ് സംഭവിക്കുക എൻ്റെ ജീവിതത്തിൽ, ഞാൻ UK പോകുമോ, അമേരിക്കയിലേക്ക് പോകുമോ, കാനഡയിലേക്ക് പോകുമോ, എൻ്റെ വിസ തടസ്സം മാറുമോ, 2 നില വീട് കിട്ടുമോ, രോഗശാന്തി കിട്ടുമോ, അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സമയം വരെ നീ കാത്തിരുന്നേ മതിയാവൂ. ക്രിസ്ത്യ ജീവിതം സഹന ജീവിതം എന്ന് പറയുന്നതിൽ പിന്നെ എന്താണ് അർത്ഥം? ചിലതൊക്കെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും, ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. അല്ല, ഇന്ന് ധ്യാനം കൂടി നാളെ നടക്കണം എന്ന് പറയുമ്പോൾ നടക്കാത്ത കാര്യമാണത്. അവസാനം ധ്യാന ഗുരുക്കന്മാരെ ബുദ്ധിമുട്ടിക്കുക, ധ്യാന ശുശ്രൂഷ നയിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുക, ആത്മാരെ ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ 24 മണിക്കൂർ ഫോൺ വിളിച്ച് സംശയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്റെ ധ്യാനം മാറുന്നുണ്ടോ എന്ന് നീ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. 1-2 ധ്യാനം ജീവിതത്തിൽ, വർഷത്തിലല്ലെങ്കിൽ 2-3 ധ്യാനം, പിന്നെ ദൈവം തരുന്ന അവിടെ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രാവർത്തികമാക്കി നമ്മൾ മുന്നേറുമ്പോൾ ചില സഹനങ്ങളിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അതിനൊരു ശക്തി ലഭിക്കുവാൻ ധ്യാനം കൂടുന്നത് നല്ലതാ. പിന്നെ വീണ്ടും അടുത്തതിലേക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1-ാം പ്രമാണ ലംഘനം ഇവിടെയാണ് കടന്നു വരിക. ഇന്ന് ധ്യാന ഗുരുക്കന്മാരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എവിടെയാണ് എന്താണ് കിട്ടുക എന്ന് നോക്കിയിട്ട്. നിനക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അവിടുത്തെ ശുശ്രൂഷകളിൽ നീ ആത്മാർത്ഥമായി പങ്കെടുക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുക. ദൈവത്തെ തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് ധ്യാനങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ. ദൈവത്തെ തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് ധ്യാനങ്ങൾ ഒരിക്കലും നിന്നെ നയിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഒരിക്കലും നമ്മുടെ ധ്യാന ശുശ്രൂഷകളോ ധ്യാന ഗുരുക്കന്മാരോ ധ്യാനം നയിക്കുന്ന ആത്മായ പ്രേക്ഷിതരോ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി കൊണ്ടു നടക്കാതിരിക്കട്ടെ. അത് 1-ാം പ്രമാണ ലംഘനമാണെന്ന് തിരിച്ചറിയുക. ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്കൊരു ധ്യാനവും അനുഭവമാവാത്തത്? വരുമ്പോൾ തന്നെ 1000 ആഗ്രഹങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിൽ നാളെക്കുറിച്ച്. ഞാൻ ധ്യാനം കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കും ഇതെല്ലാം എനിക്ക് നടന്നിരിക്കണം. ഇന്ന് വചനം കേൾക്കാനായിട്ട് എത്ര പേര് ധ്യാനങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഓരോ ധ്യാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുക. എൻ്റെ പേരവിടെ വിളിച്ച് പറയണം, എന്നാലേ എനിക്ക് വിശ്വാസമാവുകയുള്ളൂ. വചനം കേട്ട് എത്ര പേര് ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. അതാണ് ധ്യാനത്തിൻ്റെ യഥാർത്ഥ വിജയം. പിന്നെ അനുദപിച്ച് നല്ലൊരു കുമ്പസാരം കാഴ്ചവെച്ച് ദൈവത്തോടടുത്താൽ ബാക്കിയെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമെന്ന് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ട്? അതുകൊണ്ട് നമുക്കിതൊന്നും ഒരു അനുഭവമാവാത്തത്. എന്തുമാത്രം ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഈ നിമിഷങ്ങളൊന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാ. വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ ധ്യാനം തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക, കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുക,
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വല്ല വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അഭയം പ്രാപിക്കുക. പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയാൽ പോയി അനുദപിച്ച് കുമ്പസാരിക്കുക. പ്രസാദപര അവസ്ഥയിലായിരിക്കുക. വചനം കേൾക്കുക. ദൈവം നമ്മളെ ഒരുക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അതിനുവേണ്ടിയുള്ളതാണ് ധ്യാനങ്ങളും ധ്യാന ശുശ്രൂഷകളും എല്ലാം എന്ന് ഇനിയും തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയമാണ് ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്. ദൈവത്തെ മാറ്റി നിർത്തി വ്യക്തികളെ, ആൾ ദൈവങ്ങളെ നിന്റെ മനസ്സിൽ പൂജിക്കരുതേ എന്നാണ് ഈ നിമിഷം എനിക്കും പറയാനുള്ളത്. അത് ദൈവം ആഗ്രഹിക്കാത്താണ്. ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് അടിവരയിട്ട് പറയാൻ ഒരിക്കൽ കൂടെ ആഗ്രഹിക്കുന്നു. തിരുത്തേണ്ട വഴികൾ തിരുത്തുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, കൃപകൾ ഒഴുകുന്ന എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, എത്രയോ ധ്യാന പ്രസംഗങ്ങൾ, എത്രയോ ധ്യാന ഗുരുക്കന്മാർ അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവം പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി നൽകിയതാണ് അവരെയെല്ലാം. അതുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.